വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അരുൺ, ഒരു വശത്ത് യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്, മറുവശം നമ്മൾ ചിന്തിക്കേണ്ടത് എയർ ഇന്ത്യ ജീവനക്കാരുടെ അവർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ അവധിയെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത് എന്നതിലേക്ക് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ എയർ ഇന്ത്യ മാനേജ്മെന്റിന് കത്തയച്ചിട്ടുണ്ട് ഈ ജീവനക്കാരെ പിന്തുണച്ചുകൊണ്ട്. ആ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അശ്വതി, ജീവനക്കാർ ഇന്ന് ഒരു സമരമല്ല, അവർ പറഞ്ഞ പണിമുടക്കോ സമരമോ ഒന്നുമല്ല, അവധിയെടുത്ത് പ്രതിഷേധിക്കുക എന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്. കാരണം മറ്റു വഴികളില്ലാതെ തങ്ങൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ നിർബന്ധിതമാവുകയായിരുന്നു. പലതവണ തങ്ങളുടെ പ്രശ്നങ്ങൾ മാനേജ്മെന്റിനെ അറിയിച്ചു, ലേബർ ഡിപ്പാർട്ട്മെന്റ് തൊഴിൽ വകുപ്പിനെ അറിയിച്ചു, എന്നിട്ടും ഫലമുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു അവധിയെടുത്തുകൊണ്ട് സിക്ക് ലീവാണ് കൂടുതൽ ജീവനക്കാരും ക്യാബിൻ ക്രൂസ് കൂടുതൽ പേരുടെ സിക്ക് ലീവ് എടുത്താണ് പ്രതിഷേധിക്കുന്നത്. അവരുടെ ഈ സമര കാരണങ്ങൾ, അവരുടെ ഗ്രീവൻസസ് ജെന്യൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര തൊഴിൽ വകുപ്പ് തന്നെ ഒരു കത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച 3-ാം തീയതി എയർ ഇന്ത്യ മാനേജ്മെന്റ് അയച്ചു. അതിൽ വളരെ കൃത്യമായി പറയുന്നു, ജീവനക്കാരുടെ ഈ ആശങ്കകൾ, അവരുടെ പ്രശ്നങ്ങൾ വളരെ ജെന്യൂനാണ്, വസ്തുതാപരമാണ്. എന്നാൽ അവരുടെ പ്രശ്നങ്ങളിൽ മാനേജ്മെന്റ് കൃത്യമായി ഇടപെടുന്നില്ല. അതാണ് ഈ പ്രശ്നങ്ങൾ വഷളാക്കുന്നത്. HR മാനേജ്മെന്റിന്റെ ഭാഗത്തും ഈ കമ്പനിയുടെ HR മാനേജറിന്റെ ഭാഗത്തും വലിയ വീഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് അശോക് റീജിയണൽ ലേബർ കമ്മീഷൻ ന്യൂഡൽഹി എയർ ഇന്ത്യ മാനേജ്മെന്റ് അയച്ച കത്തിൽ പറയുന്നത്. വളരെ വലിയ പ്രശ്നങ്ങൾ ജീവനക്കാർക്കുണ്ട്, അത് പരിഹരിക്കാൻ നടപടി വേണം. ലേബർ ഡിപ്പാർട്ട്മെന്റ് അത് ബോധ്യപ്പെട്ടിട്ടും മാനേജ്മെന്റ് ഒന്നിനും തയ്യാറാകുന്നില്ല. ജീവനക്കാർ വളരെ വലിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. ഒരു സ്ത്രീ ഗർഭിണിയായ ശേഷം അവർ പ്രസവശേഷം ഡ്യൂട്ടിക്കെത്തുമ്പോൾ അവരെ പിരിച്ചുവിട്ടതായി നോട്ടീസ് നൽകുന്നു. അവർക്ക് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഈ ക്യാബിൻ ക്രൂ ആയിട്ട് വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ജീവനക്കാരെയായിരുന്നു. പക്ഷേ പ്രസവാവധി കഴിഞ്ഞ് വരുമ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടതായി അവരെ അറിയിക്കുന്നു. അത്തരത്തിൽ വളരെ മനുഷ്യത്വഹിതമായ നിലപാടുകൾ മാനേജ്മെന്റ് തുടരുന്നു. ഈ മാനേജ്മെന്റിന് നേരത്തെ തൊഴിലാളി സംഘടന നൽകിയ കത്തിലും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അനാവശ്യമായ ആളുകളെ പിരിച്ചുവിടുന്നു, ഷോർട്ട് നോട്ടീസ് പോലും കൊടുക്കാതെ ആളുകളെ പിരിച്ചുവിടുന്നു. സ്വജനപക്ഷപാതം മാനേജ്മെന്റിന്റെ തലപ്പത്തുനിന്നുണ്ടാകുന്നു. ശമ്പള കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ സാന്നിധ്യം നൽകിയ ഉറപ്പുകൾ പോലും ലംഘിക്കപ്പെടുന്നു. മിസ്മാനേജ്മെന്റാണ് ഇത്തരമൊരു പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ എയർ ഇന്ത്യയുടെ ചെയർമാൻ നൽകിയ കത്തിലും നേരത്തെ പറഞ്ഞതാണ്. അതുതന്നെയാണ് അവർ ലേബർ ഡിപ്പാർട്ട്മെന്റിനെയും അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാത്തതുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധത്തിന് തങ്ങൾ നിർബന്ധിതരായ എന്ന നിലപാടാണ് ജീവനക്കാർക്കും അവരുടെ സംഘടനകൾക്കുമുള്ളത്. മറുപടി അങ്ങനെയാണ്. വലിയ പ്രതിസന്ധി അവർക്കുമുണ്ട് എന്നാണ്, തൊഴിൽ സംബന്ധിച്ചുണ്ട് എന്നാണ് അവരും അറിയിക്കുന്നത്. ഏതായാലും യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞിരിക്കുകയാണ്. CV അനുമോദ് കൂടി ചേരുന്നു കോഴിക്കോട് നിന്നും. അനുമോദ്, വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അവിടെയും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും മറുപടി യാത്രക്കാർക്ക് അധികൃതർ നൽകുന്നുണ്ടോ?